വെള്ളമുണ്ട്. ചൂടുവെള്ളമുണ്ടോ? ചൂടുവെള്ളമുണ്ടോ? നമ്മൾ ആരാധനയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു വചനം കൂടി പറയട്ടെ കേട്ടോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 9, 10, 11, 12 ഇവിടെ പറയുന്നത് ഈ ഉപമകൾ എന്തിനാണ്? ഉപമകളിലൂടെ അർത്ഥം എന്താണ്? ഉപമ ഇവിടുത്തെ നല്ല വിത്ത് വിതക്കാരൻ്റെ ഉപമയാണ്. ഉപമ പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരും കുറച്ച് പേര് കൂടി ഈശോൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് ചെന്നിട്ട് ചോദിച്ചു. ചൂടില്ല. ഈ ഉപമകളിൽ എന്താ ഇങ്ങനെ സംസാരിക്കണേ? എന്താണ് ഉപമകളിലൂടെ സംസാരിക്കണേ? നേരിട്ട് കാര്യം പറഞ്ഞൂടെ? അപ്പം ഇത് ഭയങ്കര ഒരു ട്രിക്കാണത് കർത്താവിൻ്റെ. അഥവാ പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് വായിച്ചോ. 10 മുതലുള്ള വചനം വായിച്ചേ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ച് ഉച്ചത്തിൽ വായിക്കുക. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളമാതിരി തോന്നണം അല്ലേ? പ്രിന്റ് ചെയ്തതിൽ പറ്റിയിട്ടുണ്ട്. അതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. ഇതിൻ്റെ ആദ്യ പോയിന്റ് പറയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആർക്ക്? അപ്പസ്തോലന്മാരും ഈശോയിൽ വിശ്വസിക്കുന്നവർക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം അന്നത്തെ കാലഘട്ടത്തെ കാര്യമുണ്ടോ? ഇപ്പോഴത്തെ അല്ല. ആ ഗോസ്പൽ ടൈം മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ. എന്തുകൊണ്ട്? ഒന്നുകൂടി വായിച്ചേ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ വരുമ്പോഴാണ് രസം. അപ്പോൾ നമ്മൾ ഉടനെ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ഇവിടെയാണ് ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് വരം. ഇപ്പം നമ്മൾ ദർശനവരങ്ങളുണ്ട്. ഈ ദർശനവരങ്ങളുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നത് ഒരു വശം. പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ വലിയ ലക്ഷ്യം എന്തായിരിക്കണം? കണ്ടോ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചായ്വുണ്ടാവണം. അപ്പോഴാണ് ഈ ദർശനവരങ്ങൾ പ്രവർത്തിക്കുക. മനസ്സിലായോ? മനുഷ്യൻ്റെ പാപങ്ങൾ കണ്ടുപിടിക്കാൻ ദൈവത്തിന് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം യെശയ്യായിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യെശയ്യാ 42:18-19 പറയുകയാണ്, എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ കുരുടനായ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. മനസ്സിലായോ? ആരെക്കുറിച്ചായി പറയണേ? യെശയ്യാ കർത്താവ് ഈശോമിശിയെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് ഈശോമിശിഹ അന്ധനായിരുന്നു, നല്ല അന്ധനായിരുന്നു.
കർത്താവ് ശോഭിച്ച എന്തിൻ്റെ കാര്യത്തിൽ അന്ധനായിരുന്നു? മനുഷ്യൻ്റെ പാപം അദ്ദേഹം കാണുന്നില്ല. ചതഞ്ഞ ഞാങ്ങണ ഞാൻ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല എന്ന് പറയുന്നത് മനുഷ്യരിലുള്ള ഒരു കുറവുകളെയും പ്രതി അവരെ വിധിക്കില്ല. അവരുടെ തിന്മയെ കണ്ടിട്ട് നീ എന്താ അങ്ങനെ ചെയ്യണത്, തെറ്റാണെന്നൊന്നും പറയില്ല. പറഞ്ഞതായി കാണുന്നുണ്ട് അവിടെയെങ്കിലും. അപ്പോൾ കർത്താവ് ശോഭിച്ചത് തന്നെ മനുഷ്യൻ്റെ പാപങ്ങളെക്കുറിച്ച് നോക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ അറിയോ? പിന്നെ നമ്മളെന്തിനാ ഓരോരുത്തരുടെ പാപങ്ങൾ അന്വേഷിച്ച് നടക്കണേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ പാപങ്ങളെ ലിസ്റ്റ് കാണിച്ചു തരുമോ? പരിശുദ്ധാത്മാവ് അല്ല അത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നത് ഈശോ അപ്പോൾ ഈ സമരിയക്കാരിയോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താവുണ്ടായിരുന്നു. 5 ഭർത്താവുണ്ടായിരുന്നുള്ളത് പാപമല്ല അവളെ സംബന്ധിച്ച്. എന്താണ് ഉണ്ടായിരുന്നു പറഞ്ഞത്? 5 ഭർത്താവ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞാൻ തരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരാളോട് പറഞ്ഞു, നീ നിന്റെ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ആരെങ്കിലും പൊക്കിയോ? അവനിലേക്ക് ആ ശക്തി കടന്നു എന്ന് തളർവാദ രോഗി സൗഖ്യമായി. ഇതെല്ലാം നടത്തുന്നത് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടല്ല, അതൊരു അടയാളമാണ്. എൻ്റെ ശക്തിയിലൂടെയാണ് നിന്റെ സകല തകർച്ചകളും മാറുന്നത്. ഏതുപോലെ ഈ പാപിനിയായ സ്ത്രീയോട് പറയുകയാണ്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനമായി പോവുക. ഇതാണ് ഭാഷയുടെ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാനുള്ള കൃപ നിനക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആ സംഭവത്തെ ഒന്ന് നോക്കിക്കോട്ടോ. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് വരികയാണ്. ഇവിടെയാണ് നിയമവും പരിസയരും എല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പരിസയരും നിയമജ്ഞരും വലിയ കല്ല് പിടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവരുടെ നിയമപ്രകാരം ഇതുപോലെ ഒരു പാപിനിയെ തൊണ്ടിയോടെ പിടിച്ചാൽ ഉടനെ അവളെ കൊല്ലണം. അതാണ് ഫരിസേയ നിയമം. അത് മോശയുടെ നിയമമാണ്. മോശ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലരുതെന്നാണ് കൽപ്പന. എന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർ തന്നെ നിങ്ങൾക്കും കൊല്ലാം. അതിന് വേറെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ദേവാലയത്തിൻ്റെ സാന്നിധ്യം, ദേവാലയ അങ്കണത്തിൽ വെച്ച്, ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇവർ ഇതാ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു യേശുവിൻ്റെ മുന്നിലേക്ക് ഇട്ടു. ഞങ്ങളുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. മോശയുടെ നിയമപ്രകാരം നീ എന്താ പറയണേ? ഇവിടെ ഈ യേശയ്യായിൽ പറഞ്ഞത് ഇപ്പം കൃത്യം മനസ്സിലാവും. അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഇവർ പറയാണ്, ഞങ്ങൾക്ക് പ്രൂഫുണ്ട്, ഇവൻ സാക്ഷിയാണ്. പെണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ ആണിനെ പിടിച്ചില്ല. അത് അവരുടെ ഒരു പരിപാടിയാണ്. ആണുങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. വ്യഭിചാരം ചെയ്താൽ പെണ്ണിനെ മാത്രമേ കൊല്ലുള്ളൂ, ആണിനെ കൊല്ലൂല. മനസ്സിലായോ? അവർ പറയാണ്, ഞങ്ങൾക്കിവിടെ പ്രൂഫുണ്ട്. യേശു അങ്ങോട്ട് നോക്കണേ ഇല്ല. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ പ്രൂഫുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ആ പ്രൂഫ് ഹാജരാക്ക്, തെളിവ് ഹാജരാക്ക്. ഞാൻ ഇന്ന മാതിരി കണ്ടു, ഇന്ന സമയത്ത് കണ്ടു. കണ്ടോ? ഇവിടെ സൂസന്നായെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പ്രൂഫ് ഹാജരാക്കിയല്ലോ. നിഷ്കളങ്കയായ സൂസന്നയായി. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വേറൊരു വ്യത്യാസം. അവിടെ നിഷ്കളങ്കയായ സൂസന്നയായെ കൊല്ലാൻ ഇവർ കുതന്ത്രം കെട്ടിയപ്പോൾ കർത്താവ് ഇടപെട്ടു. എന്നാൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കയെ വിടുവിക്കുന്നതല്ല, പാപിനിയെ വിടുവിക്കുന്നതാണ്. അതിൻ്റെ ഈ രണ്ട് നമ്മുടെ ലത്തീൻ കുർബാന ക്രമത്തിൽ ഒരു ദിവസത്തെ വായനയിൽ പഴയ നിയമത്തിലെ സൂസന്നായും പുതിയ നിയമത്തിലെ
ഈ പാപിനിയായ സ്ത്രീ ഒപ്പം വായിക്കും. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം ആരും പറയാറില്ല. വ്യാഖ്യാനം ഇതാണ്: പഴയ നിയമത്തിൽ നിഷ്കളങ്കരുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പാപിയുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടു. അവിടെ നിഷ്കളങ്കയായ സൂസന്യായെ വിടുവിച്ചുവെങ്കിൽ ഇവിടെ പാപിനിയായ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. ഇവർ വലിയ കല്ല്, അപ്പം ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ, ഈ വലിയ കല്ല് ഒരു ഫുട്ബോൾ സൈസിലുള്ള കല്ലാണ്. ആ കല്ല് ഒന്ന് എറിഞ്ഞാൽ അത് തലയിൽ വീണാൽ തല പിളർന്ന് അവൾ ചാവും. ഇവള് തലയിൽ കൈവച്ചുകൊണ്ട് അയ്യോ എൻ്റെ കർത്താവേ ഇപ്പൊ എന്നെ അവർ കൊല്ലും എന്നുള്ള പ്രാണപരാക്രമം. ഇതാണ് മെസറിക്കോർഡിയ, അതായത് മനുഷ്യൻ്റെ മെസറി, ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ടുള്ള ബന്ധം. ഈ സമയത്ത് ഇവരങ്ങ് വയലൻ്റ് ആകുകയാണ്. പരിസയർ, നീ പറയ്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ കൊല്ലട്ടെ. ഈശോ അപ്പം പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ഒരാൾ ആദ്യം കല്ലെറി, പിന്നെ ബാക്കിയുള്ളവർ കല്ലെറി. കണ്ടോ? അത് കേട്ട വഴി ഇവർ ഇത്രയും വീര്യം കൊണ്ട് ഇപ്പൊ എറി ഇപ്പൊ കൊല്ലും എന്നുള്ളത് നല്ല ഉറപ്പാണ്. അവർക്കും ഉറപ്പാണ്, അവൾക്കും ഉറപ്പാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് കംപ്ലീറ്റ് മാറി മറിഞ്ഞു. യേശുവിൻ്റെ ഇടപെടൽ, യേശുവിൻ്റെ ഒരു വാക്ക്, യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം അണപൊട്ടി ഒഴുകിയപ്പോൾ ആ വാക്ക് അവരുടെ ഹൃദയത്തെ തൊട്ടു. അവരുടെ കൈ തളർന്നു. അവളുടെ പാപത്തെ ഇത്രയും നേരം നോക്കിയിരുന്ന അവർക്ക് ഇപ്പോൾ അവരവരുടെ പാപത്തേക്ക് ശ്രദ്ധ വന്നു. പാപം ചെയ്യാത്തവൻ ആരാ ഉള്ളേ? എല്ലാവരും അണലിപ്പാമ്പിൻ കുഞ്ഞുങ്ങളാണ്. ആ കല്ല് താഴെ വീണു. അവർ ഓരോരുത്തരായിട്ട് പുറകോട്ട് പോയി. ഓരോരുത്തരായിട്ട് പോയി. കണ്ടോ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മോശയുടെ നിയമം നിലവിലല്ലേ? നിലവിലുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ആ നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരല്ലേ അവർ? അവർക്ക് നടപ്പാക്കാൻ പറ്റിയോ? എന്തുകൊണ്ട് പറ്റിയില്ല? കാരണം പുതിയ നിയമം ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയേ ഉള്ളൂ. യോഹന്നാൻ വന്നു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? യേശുവാണ് വരുന്നത്. നിയമത്തെ റദ്ദാക്കാനല്ല, പുതിയ നിയമം കൊണ്ടുവന്ന് നിയമത്തിലൂടെ ആഗ്രഹിച്ചിരുന്നത് വിശുദ്ധിയും ദൈവരാജ്യവുമാണ്. എന്നാൽ അത് നടപ്പാക്കും. ഇവർ കൊലപാതകം ചെയ്യാനാണ് വന്നത്. എന്നാൽ ആ കൊലപാതകം ചെയ്യാൻ പറ്റാത്ത പോലെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ അവർക്കത് പറ്റണില്ല. മോശയുടെ നിയമം അവസാനിച്ചു. മോശയുടെ നിയമം ഇപ്പോൾ ചെയ്യാൻ പറ്റണില്ല. അവർക്ക് ചെയ്യാൻ പറ്റണില്ല. എന്തുകൊണ്ട്? കരുണ വന്നിരിക്കുന്നു. കരുണാസാഗരം അണപൊട്ടി ഒഴുകുന്നു. അപ്പോഴാണ് അവള് ഇപ്പം ആ പാപിനിയുടെ അവസ്ഥ, അവളുടെ ഹൃദയത്തിൻ്റെ വികാരമെന്ന് ആലോചിച്ച് നോക്കി. അവള് എൻ്റെ കർത്താവേ, എന്നെ നീ രക്ഷിച്ചല്ലോ. അതാണ് നീതിയുടെ വാതിൽ തുറന്നു. പാപികളേവരെയും ആടി വിളിച്ചു. എന്നിട്ട് ഈശോ എഴുന്നേറ്റ് നിന്നു എന്നാ പറയണേ. എന്നിട്ട് അവളോട് പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ദൈവം വിധിക്കാനല്ല, ജീവൻ നൽകുന്നവരാണ്, ജീവൻ എടുക്കുന്നവരല്ല. നീ സമാധാനമായി പോയിക്കൊള്ളുക. ഫ്രാൻസിസ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല പ്രാവശ്യം പറയാറുണ്ട്. മേലിൽ പാപം ചെയ്യരുത്. മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി വാസ്തവത്തിൽ യേശു പീഡ സഹിച്ച കുരിശിൽ മരിച്ച് ഉയർത്തതിന് ശേഷമേ ഉണ്ടാവുള്ളൂ.
എന്നാൽ അത് ഈശോ അവൾക്ക് മുന്നായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായോ ഈ രക്ഷാകര പദ്ധതിയുടെ യഥാർത്ഥമായ രഹസ്യം? ഇനി നമ്മൾ ആ വചനത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും. ശ്രദ്ധിക്കണേ, എല്ലാവരും ഇവിടെ നോക്കി, ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കണം. ഈശോ വന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്, ഇല്ലേ? പക്ഷെ എങ്ങനെയാണ് എല്ലാവരെയും ഈശോ രക്ഷിക്കുക? ഈശോയുടെ പരസ്യ പ്രഘോഷണത്തിലൂടെയാണോ? ഈശോ എല്ലാവരെയും രക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈശോ തൻ്റെ ജീവൻ മോചനദ്രവ്യമായി അർപ്പിച്ച് മരിച്ച് ഉയർത്തു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരെയും പാപമോചനത്തിന് പറ്റുകയുള്ളൂ. അതിനു മുമ്പ് ഇവരെല്ലാവരും യേശു ആണ് മിശിഹ എന്നറിഞ്ഞ് അടുത്തു വന്നാൽ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം അതുവരെ ഇവർ അറിയരുത്. എന്തറിയരുത്? അവർ കേൾക്കണം, എന്നാൽ മനസ്സിലാക്കരുത്. അപ്പോൾ ഒരു വാക്ക് അവിടെ ചേർക്കാം. അവർ കേട്ടാലും ഇപ്പോൾ മനസ്സിലാക്കരുത്. അവർ കണ്ടാലും ഇപ്പോൾ അറിയരുത്. അവർ കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത്. എപ്പോൾ വരണം? ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരുടെ വാക്കുകൾ കേട്ട് ഇവരെല്ലാവരും വരും. അപ്പോൾ അവർക്ക് രക്ഷ കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വേറൊരു വശം കാണിക്കുകയാണ്. ഈശോ വേറൊരു സ്ഥലത്ത് പറയാണ്. എന്താണ് മത്തായി 18 എന്താണ് അവർ എന്നെക്കുറിച്ച് പറയണേ? അത് നീ വലിയ ആളാണ്, പ്രവാചകരാണ്, നീ യോഹന്നാൻ താനാ മടങ്ങി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരാരും പറയണില്ല മിശിഹായാണെന്ന്. പക്ഷേ ഈശോ നിങ്ങൾ എന്താ പറയണേന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ. അപ്പോൾ ഉടനെ പറഞ്ഞു പത്രോസേ, ഇത് നിന്റെ ജഡരക്തങ്ങളല്ല ഇത് പറയുന്നത്, എൻ്റെ പിതാവ് നിനക്കിപ്പോൾ വെളിപാട് തന്നതാണ്. അതാണ് വെളിപാട് വരം. നീയാണ് പാറ, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. പക്ഷേ ഇപ്പം നീ ഇതാരോടും നിങ്ങൾ പറയരുത്. നിങ്ങളിപ്പോൾ ഇതാരോടും പറയരുതെന്ന് അവരെ കർശനമായി വിലക്കി. എന്നിട്ട് പറയാണ്, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം, അവർ അവനെ പീഡിപ്പിക്കും, അവരവൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, അവരവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവന് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഈ പത്രോസ് ഉടനെ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ അങ്ങ് ജെറുസലേമിലേക്ക് പോകണ്ടായിപ്പോ, അത് വേണ്ട കർത്താവേ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സാത്താനെ ദൂരെ പോവുക, നീ എൻ്റെ ഈ മിശിഹാനി രക്ഷാകര പദ്ധതിക്ക് നീ തടസ്സം നിൽക്കുകയാണ്. നിന്റെ ചിന്ത മാനുഷികമല്ല, ദൈവികമല്ല, മാനുഷികമാണ്. കണ്ടോ, നമ്മൾ എന്തോരം ആളുകളുടെ സഹനം മാറ്റാൻ നോക്കണം. അത് ദൈവികമല്ല, സഹനം വേണം. നമ്മൾ പ്രാർത്ഥിച്ച് സഹനം മാറ്റാൻ നോക്കിയിട്ട് മാറണ്ടോ? അപ്പോൾ ഈ അർത്ഥത്തിലാണ് പറയുന്നത്, അവരിപ്പോൾ കണ്ടിട്ടും കാണരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പം എന്തോ ഒരു ട്യൂബ്ലൈറ്റ് കത്തനമായിട്ട് തോന്നുന്നുണ്ടോ? വെളിവെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? വെളിപാടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ദർശനവരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപങ്ങളെക്കുറിച്ച് കാണിച്ചു തരുന്നതല്ല ദർശനം. ഇതാണ് ശരിക്കും നമ്മൾ മാറ്റേണ്ടത്. അവിടെ ഒരു പാപം കാണുന്നുണ്ട്, ഇന്ന വർഷത്തിൽ ഇന്നത് ചെയ്ത്, ഇന്ന വർഷം, ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിന്റെ പാപം ഞാൻ ഓർത്തിരിക്കില്ല എന്ന്.
മറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മത്തായിയെ യേശു കണ്ടപ്പോൾ അവൻ്റെ പാപങ്ങളുടെ എണ്ണം എടുക്കുകയാണോ ചെയ്തത്? അതോ അവനിൽ ഒരു സുവിശേഷ എന്താ പറയുക, സുവിശേഷകർത്താവിനെ, അവർ 4 സുവിശേഷകർത്താക്കന്മാരിൽ ഒരാളെ കാണുകയും 12 അപ്പസ്തോലന്മാരിൽ ഒരാളെ കാണുകയാണ് ചെയ്തത്. അവൻ്റെ ഒരു പാപവും കർത്താവ് കണക്കിലെടുത്തില്ല. എന്തുകൊണ്ട് പാപം കണക്കിലെടുക്കുന്നില്ല? പാപം മനുഷ്യകുലത്തിൽ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് വന്നത്. ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ആദവും ഹവ്വയും പാപം ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടത് അനുവദിച്ചു? പൂർവ ഔസേപ്പ് അവൻ്റെ സഹോദരന്മാർ തല്ലി ചതച്ച് കിണറ്റിലെറിഞ്ഞ് അവസാനം തൂക്കി വിറ്റു. ഈജിപ്തിലെ വ്യാപാരികൾക്ക് അടിമയാക്കി വിറ്റു. അങ്ങനെ ഈജിപ്തിൽ വന്നു. അവിടെ വന്ന് പൊന്തിഫറിൻ്റെ ഭാര്യയുടെ പ്രശ്നത്തിൽ അവിടെ വീണ്ടും അങ്ങനെ ജയിലിലായി. ഞാനിതിന് പറയുന്നത് ആളൊരു കോണ്ടംപ്ലേറ്റീവ് കോൺവെൻറ്റിലാക്കിയെന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല. സെല്ലിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കാനിപ്പോൾ ഒരു ചപ്പാത്തി പോലും ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരില്ല. അതൊക്കെ ജയിലിൽ സപ്ലൈ കൊടുക്കണമെന്നുള്ളേ. അങ്ങനെ കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റി. അവിടെ ഇരുന്ന് അവൻ ജ്ഞാനം കണ്ടോ, കരിസ്മാറ്റിക് വരദാനങ്ങളെല്ലാം വരാൻ തുടങ്ങി. പടപടയെന്ന് ദർശനം, പടപടയെന്ന് വ്യാഖ്യാനമെല്ലാം. അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന കാരിസം പ്രവർത്തിച്ചപ്പോൾ ഒരു ദിവസം ഇതാ രാജാവിൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനത്തിന് ഈ തടവറക്കാരനെ കൊണ്ടുപോയി തടവറയിൽ കിടന്നവനെ വിളിച്ചു കൊണ്ടുവന്ന് രാജസന്നിധിയിൽ നിർത്തിയിരിക്കുന്നു. ജോസഫ് പറഞ്ഞു, ഇതൊന്നും എൻ്റെ ഒരു കഴിവുമല്ല, എനിക്ക് ഈ കഴിവേ ഇല്ല. എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയണതാണ്. മഹത്വം കർത്താവ്, എന്തെങ്കിലും ആവട്ടെ, നീ പറയുന്നത് ഇതാ സംഭവം. അങ്ങനെ നമുക്കറിയാം, സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ രാജസദസ്സിലുള്ള ജ്ഞാനികളെല്ലാം ഈ വെളിപാട് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കൃത്യമാണ്. രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്തോ ഒരു വലിയ കാര്യമാണ് ഇവൻ പറഞ്ഞത്. ഇതുപോലെയുള്ള ജ്ഞാനം ഈ ഈജിപ്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇവനെ ഞാൻ എൻ്റെ മുദ്രമോതിരം അണിയിച്ച് ഈ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നു. റിസണിൽ നിന്ന് പ്രൈം മിനിസ്റ്ററായ ഒറ്റ ദിവസം കൊണ്ട്. ഇതാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഗുണം. എല്ലാവരും ജോലി പോണു, ജോലി കിട്ടണില്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്കിയതുള്ളൂ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ജോലിയല്ല പറയാൻ വന്നത്. എന്താ? അത് കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ നടന്നു. ഈ ഫറവോൻ്റെ മകളെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കണു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിനി എൻ്റെ പഴയ കാലം മുഴുവനും മറക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ മൂത്ത മകനെ മനാസേ എന്ന് പേരിടാം. മനാസേ എന്ന് പറഞ്ഞാൽ മറക്കുക. നമ്മൾ ഈ ഒരുപാട് ഇന്നർ ഹീലിംഗ് ഒക്കെ നടത്തേണ്ട കാര്യമില്ല. അതങ്ങ് കട്ട് ചെയ്യുക, പുതിയ സൃഷ്ടിയാവുക. നമ്മളിപ്പോഴും ഇന്നർ ഹീലിംഗ് എത്ര പ്രാവശ്യം അമ്മയുടെ ഗർഭത്തിൽ പോയി വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ നവീകരണത്തിൽ ഉണ്ടായിരിക്കുന്ന ചില എന്താ പറയാ, നവീകരണത്തിന്റെ ആദ്യകാലങ്ങളിൽ പുതിയ സൃഷ്ടി എന്ന് പകലുണ്ടായി. ഇപ്പോൾ പുതിയ സൃഷ്ടിയൊന്നും അങ്ങനെ ആവുമൊന്നുമില്ല. നീ അമ്മയുടെ ഗർഭത്തിലേക്ക് പോ, എന്നിട്ട് കുറച്ചും കൂടി വിശദീകരിക്കും, എന്നിട്ട് സംഭവം ശരിയാവണില്ല. എന്താണ് കാരണം? പുതിയ സൃഷ്ടിയാവുക എന്നതാണ് കർത്താവ് നടത്തുന്നത്. പുതിയ സൃഷ്ടിയാവുമ്പോൾ പഴയതെല്ലാം പോവോ എന്നങ്ങ് വിശ്വസിക്കുക. എന്നിട്ട് ഈ സഹനവും കഷ്ടതയും എല്ലാം ഈശോയുടെ കുരിശിലേക്ക് കൊടുക്കുക. ടപ്പെന്ന് കാര്യം മാറും. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് തോന്നും. അപ്പോൾ ഈ ഇന്നർ ഹീലിംഗ് ധ്യാനങ്ങളൊക്കെ ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ഒറ്റ ധ്യാനം ഉണ്ടായിരുന്നുള്ളൂ, LSS, ഒറ്റ ധ്യാനം ആത്മാവിൽ. ഇപ്പം അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. LSS എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്ത്യാനി. നമ്മൾ അതിനാ തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവ് എല്ലാം ഓക്കെ.
ഇപ്പോൾ പറയാൻ വന്ന ഇതാണ്, ഈ ഔസേപ്പ് അത് കഴിഞ്ഞ് കാണുന്നത് എന്താ? എന്തോ ഒരു വികാരനിർഭരമായ നിമിഷം. തന്നെ കൊന്നു വരെ ചെയ്ത ആ സഹോദരന്മാരെല്ലാവരും തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ശരിക്ക് ഒരു വിധി ദിവസം പോലെ. അപ്പം നമ്മൾ ഇതിൽ കാണേണ്ടത് ഈ രക്ഷാകര സംഭവത്തെ മുഴുവൻ ഇതിൽ കാണാം. ഈ തടവറയിലിട്ടതും വിറ്റതും അതായത് നാണയങ്ങൾക്ക് വിറ്റത്, ഇതൊക്കെ യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷാകര പദ്ധതി മുഴുവനും ഈ ജോസഫിൽ കാണാം. എന്നിട്ട് ഈ ജോസഫ് പറയാണ്, ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇവരെല്ലാം പേടിച്ചു. കഴിഞ്ഞിട്ട് അങ്ങനെ കഥ കഴിഞ്ഞു, ഇവൻ ഞങ്ങളെ കൊല്ലും, ഇവനിവിടുത്തെ പരമാധികാരിയാണ്. ഉടനെ ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഒട്ടും ഭയപ്പെടണ്ട. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളല്ല എന്നെ കുഴിയിലിട്ടതും, എന്നെ ദൈവമാണ് അത് ചെയ്തത്. അത് ചെയ്തത് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനും നിങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി എന്നെ നേരത്തെ ഇവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തങ്ങുക. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കന്നാലികൾക്കുമൊക്കെ ഞാൻ ഭക്ഷണം തരാം. അതാണ് ദൈവരാജ്യം, അതാണ് കാനാൻ ദേശം, അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇങ്ങനെ പഴയ നിയമത്തെ കാണണം. ഇപ്പോൾ തിന്മ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? അതിൽ നിന്ന് വലിയ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് വെളിപാട് വരം കിട്ടിയോ ഇല്ലയോ? ഇതിന് ഇപ്പോൾ ഈശോനെ എഴുന്നള്ളിച്ച് വന്നിട്ട് നമുക്ക് സ്തുതിച്ചിട്ട് ഈ വെളിപാട് വരങ്ങൾ ഇപ്പോൾ ഇവിടെ അഭിഷേകമാകുകയും ഇപ്പോൾ ഇവിടെ വെച്ച് വിശുദ്ധ ഈശോയുടെ മുമ്പിൽ വെച്ച് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തും. വെളിപാട് വരങ്ങളും മറ്റു വരങ്ങളുടെ എല്ലാം തുറക്കണ ഒരിതാണ്. അപ്പോൾ നിങ്ങൾ 3 പേരായിട്ട് ഇരിക്കണം. ഇരുന്ന് വേണമെങ്കിൽ അതൊരു മിക്സ് ഗ്രൂപ്പ് ആവണോ, ഇങ്ങനെ തന്നെ മതിയായിരിക്കും അല്ലേ? ഇല്ല, തൽക്കാലം ഇങ്ങനെ തന്നെ 3 പേരുടെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ദർശനവരങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം. അതാണ് ഈ ആരാധനയുടെ പ്രധാന വിഷയം. പ്രൈസ് ദി ലോർഡ്. വരുവിൻ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാം. പെട്ടെന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം.